ചിറ്റുമല ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത റാലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ലഹരിയുടെ ഉപയോഗം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത് തടയുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത റാലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത്. ശാസ്താംകോട്ട എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൽ വഹാബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം. ഇന്ന് സമൂഹത്തിലുള്ള ആളുകളെല്ലാം, കുട്ടികൾ മുതൽ വരുന്ന തലമുറ വളരെയേറെ ഈ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ലഹരിക്കെതിരെ മുന്നോട്ട് വന്നുകൊണ്ട് ഇത് നമ്മുടെ സംസ്ഥാനത്ത് നിന്നും രാജ്യത്ത് നിന്നും ഉന്മൂലനം ചെയ്യാനുള്ള പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രമകരമായി ചെയ്യേണ്ടിയിരിക്കുന്നത്. ഈ റാലിയിൽ പങ്കെടുത്ത ഒരുപാട് അമ്മമാരുണ്ട്. ഈ അമ്മമാരെല്ലാം ഓരോ കുടുംബത്തിൻ്റെ പ്രതിനിധികളാണ്. ഈ കുടുംബത്തിലുള്ള ഓരോ കുഞ്ഞുങ്ങളും ഈ വീട്ടിൽ നിന്ന് എന്തിനാണ് പോകുന്നത്, ഏത് സമയത്താണ് തിരികെ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് വിശകലനം ചെയ്തുകൊണ്ട് അവരെ ആദ്യമേ തന്നെ നമ്മുടെ ശിക്ഷണത്തിൽ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു സമൂഹം കെട്ടിപ്പടുത്താൻ നമുക്ക് സാധിക്കും. എനിക്കറിയാം, പല വീടുകളിലും ചെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, പല കുട്ടികളും രാത്രി 10 മണിയൊക്കെ ആകുമ്പോഴാണ് വീടുകളിലോട്ട് വന്ന് കയറുന്നത്. കൂടുതലും നമ്മുടെ സ്വാതന്ത്ര്യം, ഇതിന് മെയിനായിട്ട് ഒരു 2 കാര്യങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ ഈ ലഹരി വ്യാപനം കൂടുതൽ ഉണ്ടാവാൻ കാരണമായിരിക്കുന്നത്. ഒന്ന്, നമ്മളുള്ള സാമൂഹിക പ്രതിബദ്ധത നഷ്ടപ്പെട്ടു. പിന്നീട് കുട്ടികളിലേക്ക് വന്ന അമിതമായ സ്വാതന്ത്ര്യം. ഈ 2 കാരണങ്ങളാണ് ഈ സമൂഹത്തിൽ ഇന്ന് ലഹരി കൂടുതൽ പിടിമുറുക്കാനുണ്ടായ കാരണം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ അധ്യക്ഷത വഹിച്ചു. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഷിനുദാസിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് ബ്ലോക്ക് ഓഫീസ് ഹാളിൽ നടന്നു. ചെവി കേൾക്കാനായത് അറിയുന്നുണ്ടോ? സംസാരിക്കാൻ പറ്റാത്ത അറിവുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സെൻസ് ഓർഗൻസും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാ. ഞങ്ങൾ പറയുന്നത് ഓരോ മക്കൾക്കും 10 സ്കില്ലുകളും അതോടൊപ്പം തന്നെ 9 മൾട്ടിപ്പിൾ വിൽസ് ഉണ്ടെന്നാണ്. ഇവിടെ ഇരിക്കുന്ന മക്കള് +2 മക്കളാണോ, 10ലെ മക്കൾ കാണത്തില്ലല്ലോ, 9ലെ മക്കളാണോ, +1ലെ മക്കളാണോ? +2. എക്സാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? കഴിഞ്ഞോ? അപ്പോൾ എക്സാം കഴിഞ്ഞു, അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ് അല്ലേ? അപ്പം എന്തായാലും ആഫ്റ്റർ +2 എന്തായിരിക്കും എന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. നിങ്ങൾ +2 വരെ എത്തിയിട്ടുണ്ടെങ്കിൽ മക്കളെ, നിങ്ങളിൽ ഒരു ടാലൻ്റ് ഉണ്ട് അല്ലെങ്കിൽ സ്കില്ലുള്ളതുകൊണ്ടാണ് നിങ്ങൾ +2 വരെ എത്തിയത് അല്ലേ? ആണോ അല്ലയോ? പക്ഷേ ഇവിടെ ഇരിക്കുന്ന 40 മക്കളും 40 തരത്തിലാണ് ചിന്തിക്കുന്നത്. 40 വൈവിധ്യമുള്ള വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്ന. ഈ മോന് ചിലപ്പോൾ മാത്തമെറ്റിക്സ് എളുപ്പമായിരിക്കാം, പക്ഷെ ലാംഗ്വേജ് പാടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അരത്തമെറ്റിക്കൽ ഇന്റലിജൻസ് കൂടുതലുള്ള മോനാണെന്ന് പറയും. അവിടെ ഇരിക്കുന്ന ഈ മോൾക്ക് ചിലപ്പോൾ മാത്തമെറ്റിക്സ് സയൻസ് പാടായിരിക്കും, പക്ഷേ ആ മോള് ചിലപ്പോൾ നന്നായിട്ട് ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും കൈകാര്യം ചെയ്യും. ലാംഗ്വേജാണ് ഇഷ്ടം. ഭാവിയിൽ ചിലപ്പോൾ നല്ലൊരു പത്രപ്രവർത്തകയാവും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ദിനേശ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇജീന്ദ്രലേഖ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി, പഞ്ചായത്ത് മെമ്പർമാരായ ബിൻസി റോയ്, ബിന്ദു, ഷീലാകുമാരി, ഷഹന തുടങ്ങിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, BDO ജോർജ് അലോഷ്യസ് പരിപാടിക്ക് നേതൃത്വം നൽകി. ലഹരി വിമുക്ത റാലിയിൽ വിവിധ പഞ്ചായത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, ഉദ്യോഗസ്ഥർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, MPKBY ഏജന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.